യാത്രക്കാരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ KSRTC മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ തന്നെ ഏഷ്യാനെറ്റ് എന്നോട് ചോദിച്ചു, ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും അയ്യപ്പ ഭക്തനെ റോഡിൽ ഇറക്കി വിട്ടതിന്റെ പേരിൽ പിരിച്ചു വിട്ടു. അല്ലാതെ പിരിച്ചുവിട്ടത് ആരുടെ കുഴപ്പമാണെന്ന് രണ്ടുപേരുടെ പേരിൽ ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ആരുടെ കുഴപ്പമാണ്? അപ്പൊ കണ്ടക്ടർ നിരപരാധിയാണെന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ വാർത്ത ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ കണ്ടക്ടറും ഡ്രൈവറും കുറ്റക്കാരനാണെന്ന് ആദ്യം മനസ്സിലാക്കും. അല്ലെ, അത് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയാലുടൻ കണ്ടക്ടർ കുറ്റക്കാരനല്ലെങ്കിൽ അയാൾ എവിടെ ഇരുന്നോ അവിടേക്ക് തിരിച്ചു മാറ്റിക്കൊടുക്കും. അതിനൊന്നും ഒരു സംശയവുമില്ല. ഇത് ആരുടെ ഭാഗത്താണ് കുറ്റമെന്നുള്ള അന്വേഷണം നടക്കുകയാണ്. അല്ലാതെ നീതിയുക്തമല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ നീതിയുക്തമല്ലാത്ത ഒരു കാര്യവും നടക്കത്തില്ല. അതിനാരും വിഷമിക്കേണ്ട. പ്രൊമോഷൻ കൊടുക്കുന്നത് കൃത്യമായിട്ടായിരിക്കും. ഒരു സീനിയോറിറ്റി മറികടന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടാനുള്ള ഒരു അവസരവും നിഷേധിക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. KSRTCക്ക് വേണ്ടി ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ജീവനക്കാരെയും ഞാൻ അവര് ജനങ്ങളോട് സ്നേഹത്തോടെ തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ വിജയം. കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറന്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെന്റ്സിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിക്കും. പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു പൈസയും തരണ്ട. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു. അത് ഞങ്ങൾ പരസ്യമാക്കി തരും. കുഴപ്പമില്ല. രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കാനേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം, ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട്. വേറെ KSRTCക്ക് ഒന്നും തരണ്ട. അപ്പൊ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. കാരണം വണ്ടി അവിടെ വന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോവുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷന്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിന്റെ ഉത്തരവ് പുറത്തിറക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചതിനൊക്കെ ആഗ്രഹമുണ്ട്, DA കൂട്ടി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് 134 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. അപ്പൊ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ഭയങ്കരമാണ്, അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് പല ചെലവുകളും വെട്ടി കുറയ്ക്കുന്നത്. ഇവിടെ ഈ ഓഫീസാക്കിയിരുന്നു, ഇവിടെ ഈ ഓഫീസാണ്. ഇപ്പൊ അടുത്ത ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ എല്ലാ ഓഫീസുകളും ഈ ഓഫീസായി മാറും. അപ്പൊ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ജോലി വളരെ പരിമിതമാകും. മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു ദിവസം രാവിലെ 1 മണിക്കൂറത്തെ ജോലിയാണ്. അത് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കാം. കാരണം ഈ കമ്പ്യൂട്ടറിൽ രാവിലെ ആരെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പെൻഷൻ ഫയലുകൾ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിന് വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പെൻഷൻ ആനുകൂല്യങ്ങൾ പെട്ടെന്ന് കിട്ടാൻ അതിന്റെ നടപടിക്രമങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് തന്നെ MD ഇറക്കിയിട്ടുണ്ട്. ഇന്ന പേപ്പറുകൾ ഹാജരാക്കണം, ഇന്ന തരത്തിൽ ജീവനക്കാരുടെ മരിച്ചുപോയതാണെങ്കിൽ അതിന്റെ ഇന്ന ഡീറ്റെയിൽസ് അത് വാങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് അയക്കുക. അവിടെയാണ് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും പ്രോസസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ചെറിയ കാര്യമല്ല.